വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കേരള സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അവിയൽ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അവിയലിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. കണ്ടു നോക്കാം. അവിയൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ഹീറ്റ് ചെയ്യാം. പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, ഇപ്പോൾ അവിയലിൽ നമ്മൾ ഒരുപാട് പച്ചക്കറികൾ ഉപയോഗിക്കും. നാടൻ നമ്മുടെ ചേന, അങ്ങനെ ഒരുപാട് പച്ചക്കറികൾ ചേരുന്നതാണ് അവിയൽ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താ പച്ചക്കറി ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്യാം. ബീട്രൂട്ട് അങ്ങനെയുള്ള സാധനം ഉപയോഗിക്കാറില്ല, അല്ലാത്തുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ആദ്യം ഇടാൻ പോകുന്നത് ചേന. ഇവിടെ എടുത്തേക്കുന്ന 1.5 കപ്പാണ്, ഏകദേശം ഒരു 150 ഗ്രാമോളം വരും. ഈ മഴയുള്ള സമയത്തുള്ള ചേന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേവും, അല്ലെങ്കിൽ ഇച്ചിരി വേവിച്ചിട്ട് ചേർക്കാവുന്നതാണ്. വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യേണ്ടതാണ്. ഇത് ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നന്നായിട്ട് വേവുന്ന ചേന. വെള്ളരിക്ക 3/4 കപ്പ്, പടവലങ്ങ 3/4 കപ്പ്, വാഴയ്ക്ക ഒരെണ്ണമാണ് സ്ലൈസ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം നീളത്തിലരിഞ്ഞാണ് നമുക്ക് വേണ്ടത്. ഒരു ചെറിയ വാഴയ്ക്ക. അച്ചിങ്ങ ഒരു 1/2 കപ്പ് ഉണ്ടാവും, ഏകദേശം ഒരു 50 ഗ്രാം. ബ്രിഞ്ചാൽ വഴുതനങ്ങ, ഇത് ഏകദേശം ഒരു 50 ഗ്രാം കാണും, ഒരു മീഡിയം സൈസിലുള്ള വഴുതനങ്ങ. ക്യാരറ്റ് ഒരു മീഡിയം സൈസിലുള്ളത്, അത് നീളത്തിലരിഞ്ഞത്. കോവയ്ക്ക ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്, അത് നീളത്തിലരിഞ്ഞത്. ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് നമുക്ക് എരിവിന് കണക്കാക്കി ഇടുക. ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അടച്ച് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഞാൻ വെള്ളം ഒഴിക്കാണ്ടാണ് കുക്ക് ചെയ്യുന്നത്. നമ്മൾ ഉപ്പിടുമ്പോൾ വെജിറ്റബിൾസിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും, അപ്പോൾ അതും ധാരാളമാവും കുക്ക് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയില്ലാത്ത സമയത്തൊക്കെയാണ് ചേന ഉപയോഗിക്കുന്നതെങ്കിൽ ചേന വേവാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് വേണം വേവിക്കാനായിട്ട്. ഞാൻ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തു. ചെക്ക് ചെയ്യാം. നമുക്ക് കുറച്ച് വെള്ളം ഉണ്ട് ഇതിനകത്തുനിന്ന് തന്നെ, വെജിറ്റബിൾസിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇടാനായിട്ടുണ്ട്. മുരിങ്ങയ്ക്ക, മാങ്ങ. ഒന്നുകിൽ മാങ്ങ ഇടാം, അല്ലെങ്കിൽ തൈര് ഉപയോഗിക്കാം. തൈരൊക്കെ ആണെങ്കിൽ ടുവേർഡ്സ് ദി എൻഡ് ഇട്ടാൽ മതി, ഇപ്പം ചേർക്കണ്ട. മാങ്ങയാണെങ്കിൽ ഈ സമയത്ത് ചേർക്കുക. ഞാൻ ഇതിലേക്ക് 3 മാങ്ങയാണ് ചേർത്തിരിക്കുന്നത്, ഒരു ചെറുത്. കൂടാതെ മുരിങ്ങയ്ക്ക ഒരെണ്ണം അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കുക്ക് ചെയ്യാം. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ചേർക്കുക. ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്തു. വീണ്ടും ഇത് അടച്ചു വെച്ച് ആ മുരിങ്ങയും മാങ്ങയും നന്നായിട്ട് കുക്കാവുന്ന വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പം അവിയലിനെടുക്കുമ്പോൾ എപ്പോഴും ഒരുപാട് വെന്ത് പോവാതെ എല്ലാം വിട്ട് കിടക്കണം ശരിക്കുള്ള പരുവത്തിന്. പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്, ചിലർക്ക് നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ആക്കിയെടുക്കുക, ഇച്ചിരി വേവിച്ചെടുക്കുക. അപ്പം ഞാൻ ഈ ഒരു സ്റ്റേജിൽ തീ കുറച്ച് വെച്ച ശേഷം തേങ്ങയൊക്കെ അരച്ചെടുക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ക്യുമിൻ സീഡ്സ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അവിയലിന് വല്ലാണ്ട് ഞാൻ അരയ്ക്കാറില്ല, ചതച്ചെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒന്ന് ജീരകവും മഞ്ഞളോട് തന്നെ ഇട്ടൊന്ന് ക്രഷ് ചെയ്ത ശേഷം നമുക്ക് തേങ്ങ ഇടാം. അപ്പം ജീരകം ഒന്ന് ഉടഞ്ഞു കിട്ടും. ഇനി തേങ്ങ ഇടാം. തേങ്ങ 1 കപ്പ് തേങ്ങ,
തേങ്ങ അങ്ങ് വല്ലാണ്ട് അരഞ്ഞു പോയിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് പൾസ് ചെയ്തെടുത്തേ. പരയിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നമ്മൾ ഈ ഒരു പ്രശ്നമില്ല, ഡയറക്റ്റ് ഒതുക്കി എടുക്കാവുന്നതാണ്. ഇത് വീണ്ടും ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ തോരന് വെക്കുന്നതിനെക്കാളും ചെറുതായി ഇച്ചിരി കൂടെ അരയ്ക്കും കേട്ടോ. കറിക്ക് എടുക്കുന്നതിനും തോരനെടുക്കുന്നതിൻ്റെ ഇടയ്ക്കത്തെ ഒരു പരുവത്തിനാണ് നമ്മൾ അവിയലിന് ചതച്ചെടുക്കുന്നത്. ചതച്ചെടുത്തു. ഇത് മതിയാവും, ഈ ഒരു പരുവം നമുക്ക് വേണ്ടേ. അപ്പം നോക്കിയാൽ വെള്ളമൊന്നും കരിയായിട്ടില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യുക. കുറച്ച് കറിവേപ്പില, ഇതൊന്ന് മൂടി വെക്കുക. എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാന്ന് തോന്നിയോണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുവാണ്. അരപ്പൊന്ന് വേവാനായിട്ട് കുറച്ച് നേരം ഒന്ന് തല്ലിപ്പത്തി വെക്കുക. കുറച്ചേരം ഒന്ന് ആവി വന്ന ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിയൽ റെഡിയാണ്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. വെജിറ്റബിൾസ് എല്ലാം വല്ലാണ്ട് ഉടയാതെ. പിന്നെ ഇതിലേക്ക് അവിയൽ ഏറ്റവും നല്ല ഫ്ലേവർ കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മളിതിനകത്തേക്ക് നല്ല കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കും, പച്ചയ്ക്ക് ചേർക്കും. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഫ്ലേവർ. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പിടി കറിവേപ്പില ഒന്ന് ഞെരടിയിടാം. അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങാനായിട്ട് ഒന്ന് ഞെരടിയിടുക. 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇപ്പം ചില ഏരിയയിലോട്ടൊക്കെ നമ്മൾ തൈര് ചേർക്കും ലാസ്റ്റ്. നമ്മൾ അരപ്പെല്ലാം ഇട്ട ശേഷം തൈര് കൂടെ ചേർക്കാം പുളിക്ക് വേണ്ടിയിട്ട്. ചിലവർ തൈരിന് പകരം വാളംപുളി ചേർക്കാറുണ്ട്. ഓരോ ഏരിയയിലേക്ക് അവിയലിൽ ഭയങ്കര വ്യത്യാസമാണ് ഉണ്ടാക്കുന്ന രീതി. ഇതൊരു മധ്യ തിരുവിതാംകൂർ സ്റ്റൈലിലാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ അവിയൽ റെഡിയായി. അപ്പോൾ ഇത് ഒരുപാട് വെജിറ്റബിൾസ് ചേരുന്നതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണമുള്ള ഒരു വെജിറ്റബിൾ ഡിഷാണ് അവിയൽ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ മാങ്ങയ്ക്ക് പകരം, മാങ്ങ സീസൺ അല്ലാത്തപ്പം പുളി ഉപയോഗിക്കാം, അല്ലെങ്കിൽ തൈര് ചേർക്കാം. ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാവുന്നതാണ്. പുളി വേണം എന്നുള്ളതേ ഉള്ളൂ. എരിവ് അവരവരുടെ പാകത്തിന് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അവിയൽ, ഇഞ്ചിക്കറി, പപ്പടം. ഈ ഒരു കോമ്പിനേഷനിൽ ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു കോമ്പിനേഷനാണത്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.